അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ബാർകോഡ് പ്രിൻറ്റിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റിങ്സുകളും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ BGR4 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടൊരു ഫീച്ചറാണ് ബാർകോഡ് കൺസെപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സോഫ്റ്റ്വെയറിലെ ഇത്തരം ബാർകോഡുകളുടെ പ്രിൻറ്റിങ്ങും പരിപാടികളും നമ്മൾ നടത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഒരു ബാർകോഡ് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ചില കോഡ് സിസ്റ്റങ്ങളുണ്ട്. അതിനാണ് നമ്മൾ പൊതുവെ DPL എന്ന് പറയാറ്. അപ്പോൾ അത് ഓരോ കമ്പനിയുടെ പ്രിൻ്ററുകൾക്ക് അനുസരിച്ചിട്ടും ഇതിൻ്റെ കോഡിൽ ചേഞ്ചസുകൾ വരും. ഇപ്പോൾ TSCയുടെ ഉപയോഗിക്കുന്ന പ്രിൻ്ററിൻ്റെ കോഡായിരിക്കില്ല ഒരുപക്ഷെ നമ്മൾ സീബ്ര ഉപയോഗിക്കുമ്പോൾ സീബ്രയുടെ പ്രിൻ്ററിൽ ഉപയോഗിക്കുക. അപ്പോൾ പ്രിൻ്ററിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ DPLകൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിസൈൻ ചെയ്യുക. ഓരോ കമ്പനിയുടെ പ്രിൻ്ററുകൾക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർ ടെൻഡർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സോഫ്റ്റ്വെയർ കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്തരം ബാർ ടെൻഡറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതാത് പ്രിൻ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ DPLകൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാർ ടെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം DPLകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് TSC പ്രിൻ്ററിൻ്റെ ബാർ ടെൻഡറാണ്. അപ്പോൾ എങ്ങനെയാണ് TSCയുടെ ഡിസൈനുകൾ DPLകൾ ഒരു ബാർ ടെൻഡർ ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ DPLകൾ ഡിസൈൻ ചെയ്യുകയും ആ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ PRN ഫയലുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ PRN ഫയലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് DPLകൾ അറ്റാച്ച് ചെയ്യുകയും ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് നോക്കാം. നമ്മൾ ഇനി ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാർകോഡ് സ്റ്റിക്കർ അതെങ്ങനെയാണ് ഒരു പുതിയ ബാർകോഡ് സ്റ്റിക്കർ വന്നു കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ കോഡ് എങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാർ ടെൻഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ TSCയുടെ ബാർ ടെൻഡർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാർ ടെൻഡർ ഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്ററിൻ്റെ കണക്ഷൻ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാർ ടെൻഡർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ബാർ ടെൻഡറിൽ പ്രിൻ്റർ കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാർ ടെൻഡറിൽ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാർ ടെൻഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ ഫയലിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മൾ പുതിയൊരു ഡിസൈൻ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ബ്ലാങ്ക് ടെംപ്ലേറ്റ് ആണോ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ആ ഓപ്ഷൻ കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഒരു കസ്റ്റം സെറ്റിങ്സ് ഉണ്ട്, അത് നമ്മൾ ഓക്കെ അടിക്കുക. ഇനി ഇവിടെ തന്നെ നമുക്ക് സിംഗിൾ ഐറ്റം പെർ പേജ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളം ഉള്ളതാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ കോളം ഉള്ളതാണ്. അതായത് ഒരു റോയും 2 കോളം ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോളം നമ്പർ എന്നുള്ളത് 2 ആക്കി കൊടുക്കുക. ഇനി ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും എന്തെങ്കിലും അൺയൂസ്ഡ് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പേസ് മെൻഷൻ ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കാണും എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റിക്കർ പ്രിൻ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് പോർട്രേറ്റ് ആയതുകൊണ്ട് പോർട്രേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഇതിൽ എത്രയാണ് ആ പേപ്പറിൻ്റെ വിഡ്ത്ത്, അതേപോലെ എത്രയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 38-25 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സ്റ്റിക്കറിൻ്റെ വിഡ്ത്ത് 112 mm അതേപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 mm ആണ്. ഇതാണ് നമ്മുടെ സ്റ്റിക്കറിൻ്റെ സൈസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ സൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും. ഏകദേശം ആ സ്റ്റിക്കർ എത്ര സൈസ് ഉണ്ടാവും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമ്മുടെ സൈസ് ഓക്കെ ആയ സ്ഥിതിക്ക് നമ്മളിനി നെക്സ്റ്റ് അടിക്കുക. ഇനി ഇതിൽ റെക്റ്റാങ്കുലർ ആണോ അതല്ല റൗണ്ട് റെക്റ്റാങ്കുലർ ആണോ പിന്നെ സർക്കിൾ ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളത് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓപ്ഷൻ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്ത് നമുക്കൊരു ബ്ലാങ്ക് DPLൻ്റെ ടെംപ്ലേറ്റ് നമുക്കിപ്പോൾ ഓപ്പൺ ആയി വരും. ഇനി ഈ ടെംപ്ലേറ്റിലാണ് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഡിസൈനുകൾ സെറ്റ് ചെയ്യുക. അതിനുള്ള ബ്ലാങ്ക് ടെംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞ പ്രകാരമുള്ള ഡീറ്റെയിൽസുകളായിരിക്കും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടാവുക. ഉദാഹരണത്തിന് അവർക്ക് ആദ്യം ഷോപ്പിൻ്റെ പേര് വേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഇതിൽ കുറച്ച് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ ബാർകോഡ് ജനറേറ്റ് ചെയ്യുക.
ഇവിടെ നിന്നാണ് നമുക്ക് ടെക്സ്റ്റുകൾ എടുക്കുക. പിന്നെ അതല്ലാതെ തന്നെ കുറച്ച് ടൂളുകൾ, അലൈൻമെൻറ്റ് ടൂളുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൺ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ സിംഗിൾ ലൈൻ വേണമെങ്കിൽ സിംഗിൾ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഒരു സാമ്പിൾ ടെക്സ്റ്റ് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്കിവിടെ ഫേം നെയിം എന്നാണ് കൊടുക്കേണ്ടതെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഫേം നെയിം എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് വേണ്ടത് ബാർകോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ബാർകോഡിൻ്റെ അടുത്തുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർ ബാർകോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാർകോഡുകൾ, നമുക്ക് വേണ്ട പല ടൈപ്പ് ഓഫ് ഡിസൈൻസിലുള്ള ബാർകോഡുകളോട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൽ ഏത് ബാർകോഡാണ് വേണ്ടത് വെച്ചാൽ ആ ബാർകോഡ് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ബാർകോഡ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാർകോഡിൻ്റെ ഒരു സാമ്പിൾ ഇതിലേക്ക് വരും. എന്നിട്ട് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടേതായ രീതിയിൽ വേണമെങ്കിൽ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ നമ്മളിതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇതിനോട് അലൈൻ ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഫേം നെയിം വന്നിട്ടുണ്ട്, ബാർകോഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഡക്റ്റ് നെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബാർകോഡിൻ്റെയും ഫേമിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് നെയിം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സിംഗിൾ ലൈൻ ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, അലൈൻമെൻറ്റും പരിപാടികളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിതിൻ്റെ പേര് പ്രൊഡക്റ്റ് നെയിം എന്നാക്കിയിട്ടുണ്ട്. ഫേം നെയിം വന്നു, പ്രൊഡക്റ്റ് നെയിം വന്നു, ബാർകോഡ് വന്ന്. ഇനിയിപ്പോൾ നമുക്ക് MRP കൊടുക്കണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ലൈൻ ജനറേറ്റ് ചെയ്തു. ആ സിംഗിൾ ലൈനിൽ നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ പേര് എഡിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ MRP എന്ന് കൊടുത്ത്, ഓക്കെ, MRP എന്ന് കൊടുത്ത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ഒരു 150 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു സെയിൽ പ്രൈസ് എന്ന് പറയുന്ന ഫീൽഡ് വേണം വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. ഇതേപോലെ തന്നെ മറ്റൊരു ഫീൽഡ് നമ്മളിവിടെ സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, നമ്മൾ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസ്, ഒരു 140 എന്നുള്ള സെയിൽ എന്നുള്ള പ്രൈസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ DPLലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആയി എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഫോണ്ടോ കാര്യങ്ങളൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോൺ സൈസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് കൂട്ടാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. ഇനി ഇതേപോലെ ഇതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ, എന്തെങ്കിലും ഫോൺ സ്റ്റൈലിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടുന്ന് വരുത്താവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡിസൈൻസ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, PR-നായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫയലിൽ പ്രിൻ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് 2 കോളം, 2 കോളം ഉള്ളതായതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രിൻറ്റിൻ്റെ സെറ്റിങ്സിൽ ഇവിടെ നമുക്ക് കോപ്പീസ് എന്നുള്ളത് 2 ആക്കണം. 2 ആക്കിയതിന് ശേഷം ഇവിടെ ഓപ്ഷൻസ് എടുക്കുക. ഓപ്ഷൻസിൽ പ്രിൻറ്റ് ടു ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പ്രിൻറ്റ് ടു ഫയൽ ടിക്ക് ഇട്ടതിന് ശേഷം പ്രിൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ PR-നെ ഏത് ഫോൾഡറിലേക്കാണ് സേവ് ആക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യാണ്, ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഫയൽ നെയിം 3825 ആണെന്നുണ്ടെങ്കിൽ 3825 എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ നമ്മളിപ്പോൾ ഇവിടെ സേവ് കൊടുത്തു. അതിനുശേഷം വീണ്ടും പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഡെസ്ക്ടോപ്പിലേക്ക് PRN സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3825 എന്ന് പറയുന്ന ഒരു പുതിയ PRN ഫയൽ വന്നിട്ടുണ്ടാവും. ഈ PRN ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ PRN ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ PRN നമ്മുടെ ടാസ്കിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാസ്ക് ഓപ്പൺ ആക്കുക. അപ്പോൾ ടാസ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്ററിൽ ഇൻവെൻട്രിയിൽ ഓപ്ഷൻസിൽ ബാർകോഡ് DPL സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാർകോഡ് ഡിസൈൻ ചെയ്യുന്ന സ്ക്രീന് ഓപ്പൺ ആക്കുക. ഇതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ പ്ലസ് അടിക്കുമ്പോൾ പുതിയ റോസ് ആഡ് ആയി വരും. ഇവിടേക്കാണ് നമ്മളുടെ PRN ഫയലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ടാവും. ഇപ്പോൾ സ്ലിപ്പ് 1, സ്ലിപ്പ് 2 എന്ന് പറഞ്ഞിട്ട് പല ഡിസൈൻസ് നമ്മൾ ഇതേപോലെ സ്ലിപ്പുകൾ ബേസിസിലാണ് നമ്മൾ സേവ് ആക്കി വെക്കുക.
അപ്പോൾ അതാണ് സ്ലിപ്പ് എന്ന് പറയുന്ന കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാറ്റസ് എന്ന് പറയുന്ന കോളത്തിൽ ചില കാര്യങ്ങൾ കോളം ടോപ്പിൽ വരേണ്ട കാര്യങ്ങളുണ്ടാവും DPLനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ കോളം 1 വരേണ്ടതുണ്ടാവും, കോളം 2 വരേണ്ടതുണ്ടാവും, ബോട്ടത്തിൽ വരേണ്ടതുണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് കോളംസിൽ വരേണ്ട കാര്യങ്ങളുണ്ടാവും. അതാണ് സ്റ്റാറ്റസ് 2 നമ്മൾ കൊടുക്കുക. പിന്നെ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റിക്കറുകൾ പ്രിൻ്റർ 1ലേക്കും ചില സ്റ്റിക്കറുകൾ പ്രിൻ്റർ 2ലേക്കൊക്കെ മൾട്ടിപ്പിൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രിൻ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോളംസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബാർകോഡ് റോളിൽ എത്ര എത്ര സ്റ്റിക്കേഴ്സ് ഒരു കോളത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ചിലതിൽ 3 കോളം ഉണ്ടാവും, ചിലതിൽ 2 കോളായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് 2 കോളായതുകൊണ്ട് ഇത് 2 ആയിട്ട് തന്നെ വെക്കുക. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ C1 എന്നുള്ള കോളത്തിലേക്കാണ് നമ്മളുടെ PRNലുള്ള ടെക്സ്റ്റ് ഫയലുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ PRN ഫയൽ ഇവിടെ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മളുടെ ഈ PRN ഫയലിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ സൈസ് മുതൽ ഈ കോഡ് പേജ് എന്ന് പറയുന്നത് വരെ ഇതിൻ്റെ ടോപ്പ് പാർട്ടുകളാണ്. അപ്പോൾ നമ്മളിവിടെ ടോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പ്ലസ് അടിച്ചിട്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇവിടെ വരുന്ന ഓരോ ടെക്സ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഫീൽഡിലേക്ക് C1 എന്ന് പറയുന്ന ഫീൽഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ കോഡ് പേജ് 1252 എന്ന് പറയുന്നത് വരെ നമ്മൾ കൊടുക്കേണ്ടത് ടോപ്പിലാണ്. ഇപ്പോൾ നമ്മൾ ടോപ്പിലേക്കുള്ള ഫീൽഡുകൾ ടോപ്പിലെ അണ്ടറിൽ വരുന്ന എല്ലാം നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് 1ലേക്ക് അല്ലെങ്കിൽ കോളം 1ലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ PRN നമ്മളിവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടുന്ന് ഈ ടെക്സ്റ്റ് മുതൽ, അതായത് ഇവിടെ വരെ ഈ പ്രൊഡക്റ്റ് നെയിം മുതൽ ഈ പ്രൊഡക്റ്റ് നെയിം വരെയുള്ള ഭാഗങ്ങൾ സ്ലിപ്പ് 1ലേക്കും കോളം 1ലേക്കും, അതേപോലെ തന്നെ ഇവിടെ ഈ പ്രൊഡക്റ്റ് മുതൽ ഇതിൻ്റെ MRP എന്ന് പറയുന്ന സെയിൽ പ്രൈസ് എന്ന് പറയുന്ന ഈ പാർട്ട് വരെ ഉള്ളത് കോളം 2ലേക്കുമാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോളം 1ലേക്കുള്ള ഫീൽഡുകൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇവിടുന്ന് ഈ ടെക്സ്റ്റ് എന്നുള്ളത് മുതൽ പ്രൊഡക്റ്റ് നെയിമിൻ്റെ ഈ ഡബിൾ കോട്ട്സ് വരെയുള്ള ഫീൽഡ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോഫ്റ്റ്വെയർ എന്നുള്ള ഫീൽഡുകളാണ് നമ്മൾ എവിടേക്ക് എടുക്കേണ്ടത്, നമ്മളുടെ ഈ സ്റ്റിക്കറിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇതേപോലെ കോളം 1ഉം കോളം 2ഉം തരംതിരിച്ച് എന്ത് ചെയ്യുക, മൊത്തത്തിലേക്ക് ആദ്യം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോളം 1ലേക്ക് വേണ്ട ഫീൽഡുകൾ മൊത്തം ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ അടുത്തത് തുടങ്ങുന്ന കോളം 2 ആണ്. അപ്പോൾ ഇവിടെ മുതൽ കോളം 2 ആക്കി കൊടുക്കുക. അങ്ങനെ കോളം 2ലേക്കുള്ള ഫീൽഡുകൾ എന്ത് ചെയ്യുക, നമ്മുടെ PRN ഫയലിൽ നിന്ന് ഇവിടുന്ന് അഗെയിൻ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് അതിൻ്റെ ഏറ്റവും താഴെ വരെയുള്ള പ്രിൻ്റ് എന്നൊഴിച്ച് ബാക്കിയുള്ള ഫയൽ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടേക്ക് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കോളം 2ലേക്കുള്ളതും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ തൊട്ട് താഴെ പ്രിൻ്റ് 1, എന്നുള്ള ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക. അത് നമ്മൾ ഏറ്റവും താഴത്തെ ലൈനിലായിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് ബോട്ടമാണ്. അതുവരെയുള്ള ബാക്കിയുള്ളതൊക്കെ കോളം 1ഉം കോളം 2 ആണ് കൊടുക്കേണ്ടത്. പിന്നെ ടോപ്പായിട്ടും വെക്കുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സ്ലിപ്പ് 1ലേക്കാണ് നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മളിത് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുന്നതോടുകൂടി DPL സേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റിക്കറിലുള്ളത് എന്താണോ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തത് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അതേ കാര്യമാണ് പ്രിൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എന്നുള്ള വാല്യൂസ് ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് നമ്മൾ ഈ ഡബിൾ കോട്ട്സിന് ശേഷം വരുന്ന ഭാഗം നമ്മളിവിടുന്ന് കട്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് നെയിമാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സോഫ്റ്റ്വെയറിൽ എന്തുണ്ടാവും, നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് വരേണ്ട പ്രൊഡക്റ്റ് നെയിമിൻ്റെ ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ അതിനുശേഷം വരുന്ന ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഫേം നെയിം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെയും ഫേം നെയിം എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ഫേം നെയിമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ഫേം നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. അതിനുശേഷം അതിന് ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഇതേപോലെ ബാർകോഡുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത്, ഇവിടെ ബാർകോഡ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്. ആ ബാർകോഡ് കൊടുക്കുക. ഇവിടെയും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബാർകോഡാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയും ഈ ഫീൽഡ് തന്നെ നമുക്കിവിടെയും വരണം. അപ്പോൾ ഇവിടെ ബാർകോഡ് കൊടുത്തു. ഇനി അതിന് ശേഷം ഇവിടെ MRP ഉണ്ട്. അപ്പോൾ നമുക്ക് MRP എന്നുള്ള ആ കോളം വരെയുള്ളത് നമുക്ക് സ്റ്റിക്കറിൽ പ്രീപ്രിൻറ്റ് ചെയ്യുകയും അതിന് ശേഷം വരുന്ന കാര്യം ഇവിടെ ബാച്ച് MRP എന്ന് പറയുന്നതാണ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഫീൽഡ്. അപ്പോൾ ആ ഫീൽഡ് കൊടുക്കുക. ഇതേപോലെ സെയിൽ പ്രൈസിലും ഇതേപോലെ തന്നെ എന്തുണ്ടാവും, ഇവിടെ നമുക്ക് സെയിൽ പ്രൈസ് എന്ന് പറയുന്ന
ഫീൽഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, സെയിൽ പ്രൈസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ കോളം 2 എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോളം 2ലേക്കും നമ്മുടെ സോഫ്റ്റ്വെയറിന് വേണ്ട ഫീൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇപ്പോൾ പ്രിൻ്റ് എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ടല്ലോ, ബോട്ടം വരുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുക റോസ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും ഇതിൽ. ആ റോ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, റോസ് എന്ന് പറയുന്നതാണ് കൊടുക്കേണ്ടത്. ഇത്രയും കൊടുത്ത് സേവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആവശ്യമായ രീതിയിൽ DPL ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് പ്രിൻ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിൻ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ DPLുമായി ബന്ധപ്പെട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ DPL ഒരു പുതിയ DPL ഉണ്ടാക്കി ഇതിലേക്ക് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ DPL ഉണ്ടാക്കി ആ DPL നമ്മൾ ടാസ്കിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ DPL തന്നെ ഇതിൻ്റെ ഓരോ വാല്യൂസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ ഈ കാണിക്കുന്ന 829 എന്ന് പറയുന്ന നമ്പർ അതിൻ്റെ പൊസിഷനാണ്. അത് എവിടെ നിന്നാണ് പ്രിൻറ്റ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അതായത് അതിൻ്റെ X ആക്സിസ് Y ആക്സിസ് എന്ന് പറയുന്ന പോലെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള വാല്യൂ ആണ് 829 എന്ന് പറയുന്നത്. ഇനി 257 എന്ന് പറയുന്ന രണ്ടാമത്തെ ഫീൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റാണ്. അത് ആ സ്റ്റിക്കറിൻ്റെ ഏത് പൊസിഷനിലാണ്, മുകളിലാണോ താഴേക്കാണോ മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ 257 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ റോമൻ TTF എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോണ്ടാണ്. പിന്നെ ഈ 180 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രിൻ്റ് ഹൊറിസോണ്ടലായിട്ട്, അതായത് ഇപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് കാണുന്ന ഇതേ രീതിയിലാണോ വേണ്ടത്, ഇനി അതല്ല ഇങ്ങനെ വെർട്ടിക്കലായിട്ട രീതിയിലാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ 180 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ വരും. ഇനി ഇവിടെ 90 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കലായിട്ട് വരും. നമ്മൾ പൊതുവേ ഈ പാക്കിങ് എക്സ്പയറി ഡേറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുത്തനെയാണ് കൊടുക്കുക. അത്തരം കേസുകളത് 90 ആണ് കൊടുക്കുക. ഇനി ഇവിടെ 1 ഈ 2 എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മളുടെ ഫോണ്ടിൻ്റെ സൈസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫോണ്ട് സൈസുകൾ കൂടുകയും കുറയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഫീൽഡുകളെ കുറിച്ച് പറയാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാർടെൻഡറിൽ ഒരു പുതിയ DPL ഡിസൈൻ ചെയ്യാന്നുള്ളതിനെക്കുറിച്ചും ആ ഡിസൈൻ ചെയ്ത DPL എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു.